എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ജ്യോം ത്യോം എന്താണെന്ന് മനസ്സിലാക്കാം. ഇത് അപൂർവമായിട്ടേ കേൾക്കാറുള്ളൂ. ജ്യോം ത്യോം. ഇതിൻ്റെ അർത്ഥം എപ്രകാരമോ അപ്രകാരം. എപ്രകാരമോ അപ്രകാരം. അപ്പോൾ ഇവിടെ വാക്യം എഴുതിയിട്ടുണ്ട്. ज्यों ज्यों हम आगे बढ़ते हैं त्यों त्यों हमारा आत्मविश्वास बढ़ता जाता है. മുന്നോട്ട് പോകുന്തോറും ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു. മുന്നോട്ട് പോകുന്തോറും ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആകെ പഠന എന്ന് പറഞ്ഞാൽ എന്താ? മുന്നേറുക കേട്ടോ. ഇനി അടുത്തത് നോക്കാം നമുക്ക്. ज्यों ज्यों काल बीतता जाता है त्यों त्यों उनका स्नेह संबंध दृढ़ होता रहता है. എന്താ ഇതിൻ്റെ അർത്ഥം? കാലം ചെല്ലുന്തോറും അവരുടെ സ്നേഹബന്ധം ദൃഢമായി വരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഒന്നുകൂടി പറയാം. ജ്യോം ത്യോമിൻ്റെ അർത്ഥം എന്താ? എപ്രകാരമോ അപ്രകാരം. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടിട്ടില്ലല്ലോ കുട്ടികളെ. ഇവിടെയുണ്ട് ജ്യോം ത്യോം കേട്ടോ. ഒന്നുകൂടി ഞാൻ വായിക്കാം. ज्यों ज्यों हम आगे बढ़ते हैं त्यों त्यों हमारा आत्मविश्वास बढ़ता जाता है. ഒന്നുകൂടെ അടുത്തത് പറയാം. ज्यों ज्यों काल बीतता जाता है त्यों त्यों उनका स्नेह संबंध दृढ़ होता रहता है. മനസ്സിലായല്ലോ. ഇനി അതുപോലെ മറ്റൊരു പ്രയോഗമാണ് ജഹാം വഹാം. അത് എളുപ്പം കേട്ടിട്ടുണ്ടാവും അല്ലേ? ജഹാം വഹാം എന്താ അർത്ഥം? ജഹാം വഹാം എവിടെയോ അവിടെ അല്ലേ? അതാണ് അതിൻ്റെ അർത്ഥം. ജഹാം വഹാം. നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ നിങ്ങൾ? ജഹാം तुम बैठोगे वहाँ मैं भी बैठूंगा. ഇതിൻ്റെ അർത്ഥം എന്താ? ജഹാം തും ബൈഠോഗെ വഹാ മൈ ഭി ബൈഠൂങ്ക. നിങ്ങൾ എവിടെ ഇരിക്കുന്നു ഞാൻ അവിടെ ഇരിക്കും. അല്ലെങ്കിലോ നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഞാനും ഇരിക്കും എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി ജഹാം ആപ് ജാത്തെ ഹേ വഹാ മൈ ഭി ആതാ ഹൂം. അതെ, നിങ്ങൾ എവിടെ പോകുന്നു അല്ലെങ്കിൽ താങ്കൾ എവിടെ പോകുന്നു അവിടെ ഞാനും വരും അല്ലേ? അവിടെ ഞാനും വരുന്നു. ആതാഹും എന്ന അർത്ഥം അല്ലേ എന്നാണ് പറയുന്നത്. ജഹാം ആപ് ജാതാ ഹേ വഹാം മൈ ഭി ആതാഹും. നിങ്ങൾ എവിടെ പോകുന്നുവോ അവിടെ ഞാനും വരുന്നു. ജഹാം ഏകതാ ഹേ വഹാം ശക്തി ഹേ. എവിടെ ഐക്യമുണ്ടോ അവിടെ ദൃഢതാശക്തി ഉണ്ട് എന്നർത്ഥം അല്ലേ? ജഹാം ദിൽ ഹേ വഹാം രാ ഹേ. എവിടെ മനസ്സുണ്ടോ അവിടെ വഴിയുണ്ട് അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അല്ലേ? നല്ല മനസ്സുള്ളിടത്ത് നല്ല വഴി എന്ന് പറഞ്ഞാൽ എന്താ? നല്ല മാർഗവുമുണ്ട് അല്ലേ? ഇനി അടുത്തെന്താ? ഇത് ജഹാം എന്നാണേ കുട്ടികളെ, അറിയാണ്ട് വഹാം എന്ന് എഴുതിപ്പോയി. ജഹാം ലാലസാഹേ വഹാം വിനാശ് വിനാശ് ഹെ. ജഹാം ലാലസാഹേ വഹാം വിനാശ് ഹെ. എന്താ അർത്ഥം? എവിടെ ആഗ്രഹമുണ്ടോ അവിടെ നാശവുമുണ്ട്. അപ്പം ഇവിടെ നമുക്ക് എന്താണ് ജഹാം വഹാം എന്താണെന്ന് മനസ്സിലായി. അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വിഷയമായി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.